എടാ മക്കളെ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡെപ്തുള്ളൊരു സാധനമാണ്. പക്ഷേ നമ്മുടെ ബോർഡ് എക്സാം ലെവലിലൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, ഒന്ന് കൂടെ നിൽക്ക്. വാ, ലാസ്റ്റ് ടൈം അല്ലേ, നോക്കടാ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാനെടുക്കുന്ന ഒരു സമയം, ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ പല ജീവികളിലും മാറും. ഈസ്റ്റ് ഇടില്ല, നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കണേ, നമ്മളെ വെള്ളപ്പത്തിലൊക്കെ ഇടുന്നത് 90 മിനിറ്റ് എടുക്കുക, 90 മിനിറ്റ്സ്. എന്നാൽ ഒരു ഹ്യൂമൻ്റെ സെല്ല് ഡിവൈഡ് ചെയ്യാൻ എത്ര സമയം എടുക്കൂടാ? നമ്മളൊരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 പുതിയ സെല്ലുകളാവാൻ 24 മണിക്കൂർ എടുക്കും. മിനിറ്റ് അല്ല, ഹവേഴ്സാണ്. നമുക്ക് ജസ്റ്റ് ഒരു ക്രോമസോമിൻ്റെ ഒരു ഫിഗർ നോക്കേ. ഇതൊക്കെ ഏതൊരു ക്രോമസോമായി വിചാരിച്ചോ. പിന്നെ ഈ ഒരു ഭാഗം ദാ ഇങ്ങനെ, ഈ ഒരു ഭാഗം മൊത്തം നമുക്കൊരു ക്രൊമാറ്റിഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ക്രൊമാറ്റിഡ് എന്തൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഈ ഭാഗമോ, ഈ ഒരു ഭാഗം, അതതിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സിസ്റ്റർ ക്രൊമാറ്റിഡ്, മനസ്സിലായോ? അപ്പോൾ 2 ക്രൊമാറ്റിഡുകൾ ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുകയാണ്. ഒരു ക്രോമസോമിൻ്റെ ചിത്രമാണ്. അതിൻ്റെ നടുഭാഗത്ത് ഈ മഞ്ഞ ഭാഗം മാർക്ക് ചെയ്തത് സെൻട്രോമിയർ ആണ്. എന്താണ് അതിന് പറയുക? സെൻട്രോമിയർ. സെൻട്രോമിയറിൻ്റെ 2 സൈഡിലും ഡിസ്ക് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. കണ്ടോ അവിടെ 2 സൈഡിലും ഉണ്ടാവും. അതിൻ്റെ പേരാണ് കൈനിറ്റോകോർ. മറക്കരുത്, കൈനിറ്റോകോർ. ഈ ഒരു ഫിഗർ മൈൻഡിലുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരിക്കും പഠിച്ചോ. സെൻട്രോമിയർ, 2 ഡിസ്ക്, കൈനിറ്റോകോർ, അതെങ്കിലും ഓർത്ത് വെക്ക്. ഇനി ചാപ്റ്ററിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങാം. സിമ്പിളാണ്. സെൽ സൈക്കിളിൽ 2 ഫേസാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഇൻ്റർഫേസും പിന്നൊന്ന് എം ഫേസും. മൈറ്റോസിസ് എന്നുള്ള ഉദ്ദേശമാണ്, മൈറ്റോട്ടിക്. ഇൻ്റർഫേസിലാണ് 95% ടൈം, നമുക്ക് മനസ്സിലാവുണ്ടാവും. 95% ടൈം, അതായത് 24 മണിക്കൂറാണ് സെൽ ഡിവിഷൻ എടുക്കണമെങ്കിൽ അതിൽ 23 മണിക്കൂറും സെൽ ഏത് സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക? ഇൻ്റർഫേസിലായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു പ്രിപ്പറേറ്ററി ഫേസാണ്, പ്രിപ്പറേഷൻ നടക്കുന്ന ഫേസാണ്. അങ്ങനെയാണല്ലടാ, നമ്മളെല്ലാത്തിനും പ്രിപ്പറേഷനല്ലേ സമയം കൂടുതൽ എടുക്കുക. +1 ഫൈനൽ എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷൻ ഏകദേശം ഒരു 10 മാസം നമ്മളെടുത്തു. പക്ഷേ എക്സാം ആകെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തീരും. ഓക്കെ, അതേപോലെ തന്നെയാണ് പ്രിപ്പറേറ്ററി ഫേസാണ് കൂടുതൽ. ഇൻ്റർഫേസ് 95% ടൈം പ്രിപ്പറേറ്ററി ഫേസ്. ഇത് എം ഫേസ്. അതിലാകെ 5% ടൈമേ അവിടെ വരുന്നുള്ളൂ. പരിപാടി പെട്ടെന്ന് ചെയ്യും. ഈ ഇൻ്റർഫേസിനെ നമുക്ക് 3 ആക്കി ഡിവൈഡ് ചെയ്യാം. G1, S, G2. ഗ്യാപ്പ് 1, ഗ്യാപ്പ് 2, സിന്തസിസ്. ഫുൾ ഫോം പറഞ്ഞാണേ, വലിയ ആവശ്യമില്ല. G1 എന്താ നടക്കുക? ജസ്റ്റ് ഓരോ പോയിന്റ്സ് വെച്ച് നിർബന്ധമാണ്. സെൽ ഗ്രോത്ത് നടക്കും, വേറെ കാര്യമായിട്ടൊന്നുമില്ല. G2 പ്രോട്ടീൻ സിന്തസിസ്. നോട്ട് ചെയ്ത് വെച്ചേ. എസ്സിലാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനം. എസ്സിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നടക്കുന്ന DNA സിന്തസിസ്. ശ്രദ്ധിച്ചോ, സെൽ സൈക്കിളിലെ ഇൻ്റർഫേസിലെ എസ് ഫേസിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA സിന്തസിസ്. സൈറ്റോപ്ലാസത്തിൽ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രിയോൾ ഇരട്ടിയാവുക. DNA ഡ്യൂപ്ലിക്കേഷനോ റെപ്ലിക്കേഷനോ ഒക്കെ വിളിക്കാം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. ഇത്രയും പോയിന്റ് ഒന്ന് കാണാതെ പഠിച്ചെടുത്താൽ മതിരാ. സിമ്പിളാണ്. നോക്ക്, സെൽ സൈക്കിൾ, ഇൻ്റർഫേസ്, എം ഫേസ്. ഇൻ്റർഫേസിൽ G1, S, G2. G1 S G2 നിർബന്ധമാണ്. എം ഫേസിലേക്ക് പോയാൽ 2 ഉള്ളത്. കാരിയോകൈനസിസ്, സൈറ്റോകൈനസിസ്. കൈനസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കിയേ. ഈ ഒരു കൈനസിസ് ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് കൊടുക്കാം ഡിവിഷൻ. അപ്പോൾ വാട്ട് ഈസ് സൈറ്റോപ്ലാസം. അപ്പോൾ വാട്ട് ഈസ് സൈറ്റോകൈനസിസ്? സൈറ്റോപ്ലാസം ഡിവിഷൻ. അപ്പോൾ കാരിയോകൈനസിസോ, കാരിയോ പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയർ ഡിവിഷനാണ്. അതായത് സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോം, കുട്ടി ക്രോമസോമുകളെ സെപ്പറേറ്റ് ചെയ്യുക, അതായത് ന്യൂക്ലിയസ് സെപ്പറേറ്റ് ചെയ്യുക. അതിൽ 4 സ്റ്റേജാണുള്ളത്. ഇതെല്ലാം മക്കൾക്കും അറിയുണ്ടാവും. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇങ്ങനെ ഈ സ്റ്റേജുകളുടെ ഈ ഓർഡറെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. സെൽ സൈക്കിൾ, ഇൻ്റർഫേസ്, എം ഫേസ്. ഇൻ്ററിൽ G1, S, G2. എമ്മിൽ കാരിയോകൈനസിസ്, സൈറ്റോകൈനസിസ്. കാരിയോയിൽ പ്രോ, മെറ്റാന, ടീലോ. ഓക്കെ, ആ ഒരു ഓർഡർ നിർബന്ധമാണ്. ഇനി ഇതാണ് അതിൻ്റെ ഒരു ചിത്രം സെൽ സൈക്കിളിൽ. കണ്ടോ, ഈ ഒരു പച്ചയിൽ സാറി മാർക്ക് ചെയ്ത് ഇത്രയും ഭാഗം ഇൻ്റർഫേസ് ആണടാ. G1, S, G2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗമാണ് എം ഫേസ്. എം ഫേസിൽ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ലാസ്റ്റ് സൈറ്റോകൈനസിസ്. കണ്ടോ, ചിത്രം വരാറുണ്ട്. ഇഷ്ടം പോലെ തവണ വന്ന് കണ്ടിട്ടുണ്ട്, എത്രയോ തവണ. ഇവിടെ ഒരു G0 സ്റ്റേജ് ഉണ്ട് കേട്ടോ, റെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയും. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്ക്, G0 അഥവാ ക്യുസെൻ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആവും. സെല്ലിന് ജീവനുണ്ട്,
പക്ഷേ നോ ലോങ്ങർ ഡിവൈഡ് ചെയ്യാനൊന്നും താല്പര്യമില്ല. ആ ഒരു വലുപ്പം നമ്മുടെ ഹൃദയം, ഹാർട്ടിൻ്റെ സെല്ലുകൾ അങ്ങനെയാടാ, അതങ്ങനെയാണ്, മനസ്സിലാക്കിക്കോ. മതി മക്കളെ. ഇനി പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ ഈ 2 പോയിന്റുകളും വെച്ചൊന്ന് പഠിക്കണം. പ്രോഫേസ് ജസ്റ്റ് ഇതങ്ങനെ ക്രോമസോമിനെ ചുരുങ്ങി വരിക, ക്രോമസോം കണ്ടൻസേഷൻ തുടങ്ങുകയാണ്, അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ ഡിസപ്പിയർ ചെയ്യും കേട്ടോ, ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ ഡിസപ്പിയർ നോക്ക്. മെറ്റാഫേസ് ഓക്കെ, നടുവിൽ ഇങ്ങനെ ക്രോമസോംസ് അറേഞ്ച് ചെയ്യും. ഇത് 2 ശരിക്കും നമ്മൾ 46 ക്രോമസോം ഇങ്ങനെ നിരന്ന് നടുവിൽ നിൽക്കും. ഓക്കെ, നടുവിൽ ക്രോമസോം നിൽക്കുന്നതിന് നമ്മൾ പറയും ക്രോമസോം അറേഞ്ച് ഓൺ സ്പിൻഡിൽ ഇക്വേറ്റർ അല്ലെങ്കിൽ മെറ്റാഫേസ് പ്ലേറ്റ് എന്നൊക്കെ പറയും. ക്രോമസോം ഇങ്ങനെ നടുവിൽ അറേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. മെറ്റാഫേസിൽ ക്രോമസോംസ് ഒക്കെ നടുവിൽ അറേഞ്ച് ചെയ്യും. നോക്കിക്കോ, ക്രോമസോമിൻ്റെ കൈനിറ്റോകോർ ഇല്ലേ, മറന്നോ കൈനിറ്റോകോർ. ആ കൈനിറ്റോകോറിലേക്ക് ഇത് സെൻട്രിയോളാണ്. കണ്ടോ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു വട്ടം ഇങ്ങനെ സ്റ്റാർ പോലെ ഇങ്ങനെ തെറിക്കുന്ന ഈ ഒരു ഉണ്ട കണ്ടില്ലേ, ആ ഒരു ഉണ്ടയുടെ പേരാണ് സെൻട്രിയോൾ. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. ആ സെൻട്രിയോൾ നിന്ന് കുറേ കയർ എറിയും, ആ കയറിൻ്റെ പേരാണ് സ്പിൻഡിൽ ഫൈബർ. മാർക്കിങ് മറക്കണ്ട. അത് എവിടെ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നറിയോ, ക്രോമസോമിൻ്റെ കൈനിറ്റോകോറിൽ. ഇത് ക്രോമസോമാണ്. പറ, സ്പിൻഡിൽ ഫൈബർ എവിടെയാണ് അറ്റാച്ച് ചെയ്യുക, മറക്കണ്ട. സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച്ഡ് ടു കൈനിറ്റോകോർ. ഇനി ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചേ. മെറ്റാഫേസിൻ്റെ സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച്ഡ് ടു കൈനിറ്റോകോർ, ക്രോമസോം അറേഞ്ച് ഓൺ സ്പിൻഡിൽ ഇക്വേറ്റർ അല്ലെങ്കിൽ മെറ്റാഫേസ് ഇതിൽ ഇക്വേറ്റർ പ്ലേറ്റ്, അങ്ങനെ എന്തും പറയാം, നടുവിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുക. മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ അനാഫേസും ടീലോഫേസും നോക്കിക്കോ, സിമ്പിൾ സാധനടാ. അനാഫേസിൽ ആ കയറിങ്ങനെ അറ്റാച്ച് ചെയ്തിരുന്നില്ല, ആ കയറ് വലിച്ചങ്ങ് പൊട്ടിക്കും. കണ്ടോ, ഇതൊരു ക്രോമസോം കണ്ട് പൊട്ടി, കണ്ടോ, രണ്ട് സൈഡിലേക്ക് പോയി, കണ്ടോ, ഇവിടുന്ന് പൊട്ടി, ഇത് മേലക്കും ഇതിൻ്റെ പകുതി കഷ്ണം ബാക്കും പോയി. ഇതൊക്കെ ഈ ഒരു ഫിഗർ നോക്കിയാൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ 2 സൈഡിൽ നിന്നും പിടിച്ചിരിക്കണില്ലേ, ഈ സൈഡിൽ നിന്നും ഒറ്റ വലി പൊട്ടിച്ച്, കണ്ടോ, അങ്ങനെ പൊട്ടിച്ചു, 2 സൈഡിലേക്ക് മൂവായി, അത്രേ ഉള്ളൂ. സെൻട്രോമിയർ സ്പ്ലിറ്റ്. അപ്പോൾ പൊട്ടുന്നത് ആരാടാ, സെൻട്രോമിയർ ആണ്, കൈനിറ്റോകോറിലല്ല. അറ്റാച്ച് ചെയ്തത് കൈനിറ്റോകോറിലാണ്, പക്ഷേ പൊട്ടുന്നത് ആരാണ്, സെൻട്രോമിയർ സ്പ്ലിറ്റ്. മാത്രമല്ല ഡോട്ടർ ക്രോമസോം, പുതിയ കുട്ടി ക്രോമസോം മൂവ് ടു ഓപ്പോസിറ്റ് പോൾ. കണ്ടോ, 2 അറ്റത്തേക്ക് പോവാണ്, 2 ഓപ്പോസിറ്റ് പോളിലേക്ക്. അനാഫേസിലെ 2 പോയിന്റ് പഠിച്ചു വെക്കണം. ലാസ്റ്റ് സിമ്പിൾ കണ്ടോ, ഈ 2 സൈഡിലേക്ക് പോയി, ഇവിടെ ന്യൂക്ലിയസ് മെംബ്രെയിനൊക്കെ വന്ന് 2 ന്യൂക്ലിയസ് ഉണ്ടായി. ഓക്കെ, ശ്രദ്ധിച്ചടാ, ടീലോഫേസിലെ ന്യൂക്ലിയർ മെംബ്രെയിൻ റീഅപ്പിയർ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ് അതൊക്കെ റീഅപ്പിയർ, എല്ലാം തിരിച്ചു വന്നു, എല്ലാം പഴയ പോലെയായി. സറി ബോർഡിൽ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ പോയിന്റുകളും ആ ചിത്രങ്ങളും മാത്രം പഠിച്ച് എക്സാമിന് പോവുക മക്കളെ, ഫുൾ മാർക്കാണ്. എന്നാൽ നോക്കടാ, സൈറ്റോകൈനസിസ് നമ്മൾ പറഞ്ഞില്ല, അത് ആനിമൽസിലും ഉണ്ട് പ്ലാന്റ്സിലും ഉണ്ട്. ഇതിപ്പോൾ ആ ടീലോഫേസ് കഴിഞ്ഞ സ്റ്റേജാണ്. ഇത് ന്യൂക്ലിയസ്, ഇത് സെൽ മെംബ്രെയിൻ അല്ലേ, ഇവിടെ ഇങ്ങനെ കുഴിയും, കണ്ടോ, ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞിങ്ങനെ ഉള്ളിലേക്ക് വരും, എന്നിട്ട് കൂട്ടിമുട്ടും, അപ്പോൾ 2 സെല്ലായില്ലേ. ഈ കുഴിയലിനെ നമ്മൾ വിളിക്കും ഫുറോ. അപ്പോൾ ആനിമൽസിൽ ഈ കുഴിഞ്ഞിക്കണ കണ്ടോ, സാറിൻ്റെ വയറ് പോലെ ഇങ്ങനെ കുഴിഞ്ഞിക്കണ കണ്ടോ, ഈ കുഴിഞ്ഞു നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ പറയും ഫെറോ എന്നാണ് പറയുക ആനിമൽസിൽ. പക്ഷേ പ്ലാന്റ്സിൽ അങ്ങനെയല്ല, സൈഡിൽ നിന്നല്ല തുടങ്ങുക, നടുവെന്നാണ് തുടങ്ങുക കേട്ടോ. നടുവെന്ന് ഇങ്ങനെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ആവുക ചെയ്യുക, കാരണം സെൽവാൾ ഉള്ളതുകൊണ്ട്. ഈ നടുവിലുള്ള ഈ ഭാഗത്തിന് നമ്മൾ പറയും പ്ലേറ്റ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഒരു മെറ്റാഫേസ് പ്ലേറ്റ്, ഒരു സെൽ പ്ലേറ്റ് ഒക്കെ ആയിട്ട് നിൽക്കും കേട്ടോ. അവിടെ ഒരു സെൽ പ്ലേറ്റ് പോലെ അവിടെ നടുവിൽ ഫോം ചെയ്യും. ഓക്കെയാണ്, ഒരു സെൽ പ്ലേറ്റ് ഒക്കെ നടുവിലുണ്ടാവും, എന്നിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, മതിയടാ മക്കളെ. ഒന്നുകൂടെ നോക്കിയേ, മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള ഡിഫറൻസ് വെരി സിമ്പിൾ. മൈറ്റോസിസ് ഇക്വേഷണൽ ഡിവിഷൻ, മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ. കാര്യം കേട്ടോ, മൈറ്റോസിസിൽ അമ്മയുടെ ക്രോമസോം നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും കുട്ടികളുടെ ക്രോമസോം നമ്പർ മൈറ്റോസിസിൽ. എന്നാൽ മിയോസിസിൽ അമ്മയുടെ ക്രോമസോം നമ്പറിൻ്റെ പകുതിയായിരിക്കും കുട്ടികളിലുള്ള ക്രോമസോം നമ്പർ. നോക്കിക്കോ, അതുകൊണ്ട് ഇതിന് ഇക്വേഷണൽ ഡിവിഷൻ, ഇതിന് റിഡക്ഷൻ ഡിവിഷൻ. ഇതിൽ എത്ര സെല്ലുണ്ടാവും ഒരു ഡിവിഷൻ കഴിഞ്ഞാൽ? 2 സെല്ല്. ഇതിലോ 4 സെല്ല്. 2 ഡിഫറൻസ് കിട്ടിയില്ലേ, 2 ഡിഫറൻസ് വെച്ച് കിട്ടി മക്കളെ. ഇനി 2ലെയും വേറെ പോയിന്റ്സ് നോക്കിയേ. ഹെൽപ്പ് ഫോർ സെൽ റിപ്പയർ, മൈറ്റോസിസ് സെല്ല് റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ന്യൂക്ലിയസ് സൈറ്റോപ്ലാസത്തിൻ്റെ ഒക്കെ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ക്രോമസോം നമ്പറൊക്കെ. സെക്ഷൽ റീപ്രൊഡക്ഷനിലൊക്കെ ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് അത് കേട്ടോ, ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ എവല്യൂഷനും സഹായിക്കും.
ഓക്കെ, ഇപ്പോൾ ഈ സാറ് എഴുതിയതിൽ 2 പോയിന്റ് സാറ് ഈ റെഡ് പോലത്തെ കളർ കൊണ്ട് എഴുതിയിട്ടില്ലേ, അതതിൻ്റെ സിഗ്നിഫിക്കൻസ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 4 പോയിന്റ് എഴുതാം, ഒരു കുഴപ്പമില്ല. 4 3 പോയിന്റ് എഴുതിയാൽ മതി, മക്കൾക്ക് 3 മാർക്ക് ഷുവറായിട്ടും കിട്ടിയിരിക്കും. പക്ഷേ സിഗ്നിഫിക്കൻസ് ആയിട്ടാണ് ചോദിക്കണമെങ്കിൽ ഈ റെഡിങ്ങിൽ എഴുതിയ 2 പോയിന്റ് എഴുതി വെക്കുക. സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിച്ചാൽ ഫുൾ മാർക്കാണ്. എടാ ഇനി നമുക്ക് നോക്കാനുള്ളത് മിയോസിസ് ആണ്ടാ. മിയോസിസ് 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുക, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. മിയോസിസ് 1ൽ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന ഒരു സ്റ്റേജാണ് ഇന്റർകൈനസിസ്. മറക്കരുത്. എത്ര പ്രാവശ്യം 1 മാർക്കിന് വന്നിട്ടുള്ള എത്ര കുട്ടികൾ അത് തെറ്റിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന് മാത്രം എന്താ ഉള്ളത്, മിയോസിസ് 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള സ്റ്റേജ് ഇന്റർകൈനസിസ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രോഫേസ് 2ലേക്ക് പോവുക. മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. സിമ്പിളാണ്. ഇതിൽ നമുക്ക് പഠിച്ചു വെക്കാനുള്ളൊരു ദ ബിഗസ്റ്റ് പ്രിഡിക്ഷൻ ഏരിയ, ഈ ഏരിയ വന്നിരിക്കും. എന്നാ നോക്കടാ, പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1. മിയോസിസ് 1ൻ്റെ പ്രോഫേസ് 1, അതായത് ഇവിടെ മിയോസിസ് 1ൻ്റെ പ്രോഫേസ് 1. അതോടുകൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കും. ഇതിന് പ്രോഫേസ് 1ന് 5 സ്റ്റേജാണുള്ളത്. അതിലെന്താ നടക്കുക എന്നുള്ളത് ചുമ്മാ അങ്ങ് കാണാതെ പഠിച്ചു പോടാ. 2 ദിവസം പരീക്ഷ അല്ലേ, ചുമ്മാ അങ്ങ് നേരെ ബ്ലബ്ലാന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോവുക, നേരെ പോയിട്ട് ഛർദ്ദിച്ചു കൊടുക്കുക, മാർക്ക് മേടിച്ചിങ്ങ് പോരുക. എന്നാ പിടിച്ചോ, പ്രോഫേസ് 1ൻ്റെ 5 സ്റ്റേജിൻ്റെ പേര്: ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. 5 പേര് ചൊല്ലിപ്പടിച്ചോ. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. മറക്കണ്ട, നാളെ പോകുമ്പോൾ ഇങ്ങനെ ചൊല്ലിങ്ങാണ്ട് പോയിക്കാണ്ടി. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. എന്താണ് നടക്കുന്നത് ശ്രദ്ധിച്ചു കണ്ടോ. ലെപ്റ്റോട്ടീനിൽ ക്രോമസോം കണ്ടൻസേഷൻ. തുടക്കത്തിൽ എപ്പോഴും അങ്ങനെ ചുരുങ്ങുക, കണ്ടൻസ് ചെയ്യാതെ ചുരുങ്ങുക, കോമ്പാക്ഷൻ, കണ്ടൻസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചുരുങ്ങി റെഡി ആയി നിൽക്കുക. ഓക്കെ, എല്ലാവരും റെഡി ആയി നിൽക്കും. സൈഗോട്ടീനിൽ 3 കാര്യങ്ങൾ: പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് കോൾഡ് സിനാപ്സിസ്. എടാ 2 ഒരേപോലുള്ള ക്രോമസോം, ഹോമോലോഗസ്, 2 ഒരേപോലുള്ള ക്രോമസോംസ് അടുത്ത് വന്ന് പെയർ ചെയ്തിരിക്കും. അതിന് വിളിക്കുന്ന വാക്കാണ് സിനാപ്സിസ്. ഓക്കെ, ഒരു പെയറിങ് അവിടെ നടക്കും. അവിടേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ, നമ്മൾ നോക്കണേ എന്തിൽ കൂടിയാ, മൈക്രോസ്കോപ്പ് കൂടിയല്ലേ. അവിടെ ആകെ കുറേ പ്രോട്ടീനും കുറേ കാര്യങ്ങളും പെയർ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആകെ ഒരു കോംപ്ലക്സ് പോലെ തോന്നും, ഒരു കൂട്ടം പോലെ തോന്നും. ആ കൂട്ടത്തിന് വിളിക്കുന്ന പേര് ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ശ്രദ്ധിച്ചോട്ടോ, ഒന്നുമില്ല, ഒരേപോലത്തെ 2 ക്രോമസോം പെയർ ചെയ്യും. പെയറിങ്ങിന് വിളിക്കുന്ന വാക്ക് സിനാപ്സിസ്. നമ്മൾ മൈക്രോസ്കോപ്പ് കൂടി നോക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ഉള്ള പോലെ തോന്നും. അതായത് ഈ 2 ക്രോമസോമും അതിൻ്റെ പ്രോട്ടീൻസും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വിളിക്കും സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ജസ്റ്റ് വാക്ക്. ഇനി ഇതിനെങ്ങനെ കാണുകയെന്ന് വെച്ചാൽ, ക്രോമസോം സീനസ് ബൈവാലൻ്റ് ആയിട്ടോ ടെട്രാഡായിട്ടോ, അതായത് 2 ഉള്ള പോലെയോ അല്ലെങ്കിൽ 4 പോലെയൊക്കെ തോന്നാം. കാരണം 2 ക്രോമസോം ഉണ്ടല്ലോ, 2 ക്രോമാറ്റിഡുകൾ ചെയ്യും. ഇവിടെ ഒരു ബൈവാലൻ്റ് പോലെയോ അല്ലെങ്കിൽ ടെട്രാഡ് പോലെ, എന്താണെന്നുള്ള കൺസെപ്റ്റൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാക്ക്. ബൈവാലൻ്റ് ആയിട്ടോ ടെട്രാഡായിട്ടോ കാണാൻ പറ്റും. സൈഗോട്ടിലെ 3 പോയിന്റ് വേഗം മക്കളങ്ങ് കാണാതെ പഠിച്ചു. പാക്കിറ്റീൻ, ഈ 2 ക്രോമസോം അടുത്ത് വന്നിരുന്നില്ലേ, ഇവർ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ഓക്കെ, കൈമാറുന്നതിന് ക്രോസിംഗ് ഓവർ എന്ന് പറയും. ജനറ്റിക് മെറ്റീരിയലാണ് കൈമാറുന്നത്. ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ആ കൊടുക്കുന്ന ഏരിയക്ക് വിളിക്കും റീകോമ്പിനേഷൻ നൊഡ്യൂൾ. ഈ ക്രോസിംഗ് ഓവർ റീകോമ്പിനേഷൻ എന്നൊക്കെ വിളിക്കും. 2 ക്രോമസോം അടുത്ത് വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറുക. ദാറ്റ്സ് ഓൾ. എന്നാ നോക്ക്, അതാണ് പാക്കറ്റീനിൽ നടക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ കോൾഡ് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ എന്നൊക്കെ പറയാം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേര് റീകോമ്പിനേസ്. എളുപ്പമാണ്, എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. പാക്കറ്റീൻ ഈ വർഷത്തിൽ ഇല്ലാണ്ടൊരു ഫൈനൽ എക്സാം പോകില്ല, ഉറപ്പ് 100% ഗ്യാരണ്ടി. എന്നാ ക്രോസിംഗ് ഓവർ ഒക്കർ അറ്റ്, അത് നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അങ്ങോട്ട് മാറ്റുന്നൊരു സ്ഥലം ഉണ്ടാവില്ലേ, അതിൻ്റെ പേരാണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ. എടാ നെക്സ്റ്റ് സ്റ്റേജ് ഡിപ്ലോട്ടീൻ. ഓക്കെ, ഈ കോംപ്ലക്സ് ഉണ്ടായില്ലേ, ആ കോംപ്ലക്സ് ഒക്കെ ഇല്ലാണ്ടാവും. ഡിസൊല്യൂഷൻ ഇല്ലാണ്ടായി ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്, പിരിയാണ്, ഒരു പിരിഞ്ഞു പോവാണ്. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. നെക്സ്റ്റ് ഫോർമേഷൻ ഓഫ് എക്സ് ഷേപ്പ്ഡ് ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അതിൻ്റെ പേരാണ് കയാസ്മാറ്റ. അതായത് സാധനങ്ങളൊക്കെ കൈമാറിയിട്ട് പിരിയുമ്പോഴേ ഒരു എക്സ് പോലെ ലാസ്റ്റ് ഒരു
അത് പിരിഞ്ഞവർക്ക് അറിയടാ ആ വിഷമം ഉണ്ടാവുള്ളൂ. ഒരു എക്സ് പോലെ ആ ഒരു ഫോർമേഷൻ ഓഫ് എക്സ് ഷേപ്പ്ഡ്, അങ്ങനെ എക്സ് ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും കയാസ്മേറ്റ. എൻ്റെ ഏറ്റവും അവസാനം ഡയാക്കൈനസിസ്, ആ എക്സ് ഷേപ്പ്ഡ് സ്ട്രക്ചറും പൊട്ടി. ടെർമിനേഷൻ ഓഫ് കയാസ്മേറ്റ, ആ എക്സ് ഷേപ്പ് സ്ട്രക്ചറും പൊട്ടി. അവർ പിരിയുകയാണ് സുഹൃത്തുക്കളെ, പിരിയുകയാണ്. പഠിച്ചു വെച്ചോ ഈ 5 പേരുകളും ഇതാ ഈ പോയിന്റുകളും. സാറിത് ഇവിടെ ഇങ്ങനെ എഴുതി കൂമ്പാരാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പോയിന്റ്സ് നോക്കിയേ. 5ഉം ഏകദേശം 10 പോയിന്റ്, ടോട്ടൽ 10 പോയിന്റ് ഉണ്ടുള്ളൂ. 10 പോയിന്റ് ടോട്ടൽ, 5 പേരും 10 പോയിന്റും, 3 മാർക്ക് കയ്യിൽ ഒതുക്കാം. ഓക്കെ ആണോ മക്കളെ? ഓക്കെ, അപ്പോൾ ശരിടാ.